ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ, കമൻറ്റ് ചെയ്യാനും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യാത്ത ഒരു വീഡിയോസാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിഘണ്ടിലില്ല എന്ന് വേണേൽ പറയാം കേട്ടോ. ഇന്ന് എന്ത് വീഡിയോസ് എടുക്കും അല്ലെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴത്തേക്കാണ് കേട്ടോ ഇന്നലെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പെയിനൊക്കെ ആയിരുന്നു കേട്ടോ, ഭയങ്കര വേദനയൊക്കെ ആയിട്ടായിരുന്നു. രാവിലെയൊക്കെ എണീക്കാനേ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് റിലാക്സ് ചെയ്ത് ഇരുന്നു ഒക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് മക്കൾ സ്കൂളിൽ പോയില്ല കേട്ടോ. അപ്പം മോള് ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ പിന്നെ ചെഞ്ചാതിൽ ഇന്ന് സ്കൂളിൽ പഠിത്തമില്ല, ഉച്ച വരെ ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ അഞ്ചാൻ്റെ കാര്യം പറയണ്ടല്ലോ, പിന്നെ അവനും അങ്ങ് മേടിച്ചു. അപ്പോൾ എന്തായാലും ഇനി ബുധനാഴ്ച തൊട്ട് എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പ്ലാനിങ് ചെയ്ത ഒരു വീഡിയോ അല്ല കേട്ടോ. ഇന്ന് അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങേ എനിക്കിന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി ഒതുക്കലും പറക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴത്തെ കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കി മോളെ കൊണ്ടൊന്ന് വൃത്തിയാക്കി വെച്ചപ്പോഴത്തേക്കാണ് കേട്ടോ ഇവിടുത്തെ സെഷനൊന്ന് മാറ്റാമെന്ന് വെച്ചപ്പോൾ കുറേ നാൾ കൊണ്ട് ഇതെല്ലാം നമ്മൾ താഴത്തെ കബോർഡിൽ വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഞാനിതെന്ത് ചോദിച്ചു അവർക്കൊന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അങ്ങനെ ഇത് വീഡിയോ എടുക്കണമെന്ന് പോലും എനിക്കില്ലായിരുന്നു കേട്ടോ. പിന്നീട് വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ ആക്കി എടുക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ മെനക്കെട്ടോടെ നിൽക്കുകയല്ലേ, അപ്പോൾ ഒരു വീഡിയോ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ടൈമിൽ ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ വെച്ചിരുന്ന് ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ആളപ്പോഴത്തേക്ക് അതിന് ഭംഗി പോരാ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ താഴത്തെ കബോർഡിൽ കൊണ്ടുവച്ചത്. അപ്പോൾ നമ്മൾ താഴത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോയിലേക്കകത്താണ് ഇതെല്ലാം വെച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഗ്യാസിൻ്റെ അടുത്ത് തന്നെയാണ് പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ കൊണ്ടുവച്ചു. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ചെറിയ ടിന്നുകളെല്ലാം അവിടെ ഒതുക്കി പിറക്കിയൊക്കെ വെച്ചു. പിന്നെ നമ്മളതിവിടെ തുടച്ചിട്ടും കുറേ ദിവസമായി, കുറേ നാളായിട്ട് തുടച്ചിട്ടൊക്കെ തന്നെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും കേട്ടോ നമുക്ക് തോന്നുന്നത്. സത്യത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. ഇന്ന് ചെയ്യാൻ നീണ്ടു പോകത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് കുറച്ച് ദിവസം ഇങ്ങനെ ആലോചിച്ചെങ്കിലും അത് ഇന്നത്തെ ദിവസമാവുന്ന ഒട്ടും ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ നമ്മുടെ ഒരു കബോർഡ് മൊത്തം നമ്മൾ എല്ലാം ഒന്ന് ഒതുക്കി പിറക്കിയെല്ലാം വെച്ച് തുടച്ചൊക്കെ വൃത്തിയാക്കി. ഇനി ഇപ്പുറത്തെ കബോർഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വലുതായിട്ടൊന്നും അങ്ങോട്ടൊന്നും പോകത്തില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഉപയോഗമില്ലാത്ത സാധനങ്ങളായിരിക്കും ഞാനിവിടെ വെക്കുന്നത്. അപ്പോൾ പിന്നെ മോള് പെരയൊക്കെ തൂത്തുമായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ കാണും കേട്ടോ. നൂല് വരെ സഹിതം നമ്മുടെ കബോർഡിനകത്ത് വന്നിരിക്കുന്നത് എങ്ങനെ വന്നതെന്നും എനിക്ക് പോലും അറിയാൻ വയ്യ കേട്ടോ. പിന്നെ മോളാണെങ്കിൽ ഹാളിൻ്റെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളും ഒക്കെ വൃത്തിയാക്കണം. എൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ മാറാലൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് നീക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മോളതൊക്കെ ഇരുന്ന് തുടയ്ക്കുന്നു. അപ്പം അവളവിടെ നിന്ന് നല്ല തൂത്തും വൃത്തിയാക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ജഗ്ഗൊന്നും നമുക്ക് ഉപയോഗമേ ഇല്ല കേട്ടോ, എല്ലാം മേടിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബീറ്റർ ഇപ്പോൾ നമ്മൾ അത്യാവശ്യമൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ മാവ് കലക്കാനാണെങ്കിലും ഒക്കെ ഞാൻ അത്യാവശ്യമൊക്കെ നമ്മുടെ മോരും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വലുതായിട്ടൊന്നും ഞാൻ കാര്യങ്ങളൊന്നും വെക്കത്തില്ല. കാരണം നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന നീളം കൂടി നിന്ന് ചെയ്യിക്കണം. നമ്മൾ എന്താണ് സ്റ്റൂളിൻ്റെ പുറത്ത് നിന്നാണ് ഇതൊക്കെ ഇത്ര കരട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ സ്റ്റൂളൊക്കെ ഇട്ട് നിൽപ്പോൾ നല്ല കാരണം കറക്റ്റായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. സുഖമുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട്. മറ്റേ നമ്മൾ ചാടി പിടിച്ചൊക്കെ വേണം നിൽക്കാനായിട്ട്. അപ്പോൾ ആ കബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒതുക്കി പെറുക്കി വന്നപ്പോഴത്തേക്ക് ഒരുപാട് സ്ഥലം ഇരിക്കുന്നു കേട്ടോ. എന്ത് വെക്കണമെന്ന് പോലും ഇങ്ങനെ ആകെപ്പാട് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. അവസാനം ഞാൻ മിക്സിയൊക്കെ എടുത്ത് വെക്കാൻ നോക്കി. പക്ഷേ മിക്സി വെക്കാൻ അതിന് ഏറ്റവും മണ്ടയ്ക്ക് വെക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മുടെ 2 ചോപ്പർ കണ്ടോ, ഒന്ന് ചോപ്പർ ഒന്ന് നമ്മളിങ്ങനെ നൂലിട്ട് ഇങ്ങനെ വലിക്കുന്നതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അതവിടെ തന്നെ ഇങ്ങനെ കയറി വെച്ചിരിക്കും. കാരണം നമുക്കിങ്ങനെ വലിക്കണ്ടേ, അത് ബുദ്ധിമുട്ടാണ്. പിന്നെ മറ്റേത് പ്രസ് ചെയ്യുന്നതും ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ബുദ്ധിമുട്ട് പറയാൻ എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ്, അതിനൊരു കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ബലം കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണോ അതിനകത്തൊന്നും ഇപ്പോൾ ചെയ്യാത്ത. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ തുടച്ചു, അതെല്ലാം അവിടെ വൃത്തിയാക്കി. ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ഇവിടെ നിന്ന് നല്ലതായിട്ടൊന്ന് തുടയ്ക്കണം കേട്ടോ. നമ്മളെപ്പോഴും നമ്മൾ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവിടെയൊക്കെ എന്തൊക്കെയോ പാട് വീണിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഈ അഴുക്കൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുന്നത് വെള്ളം വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വെള്ളം എനിക്കിഷ്ടമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു എടുപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വെള്ളയാണ്. അപ്പോൾ ഞാൻ ഈ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഇവിടെ വെള്ളം വേണ്ടായിരുന്നു എന്നിങ്ങനെ ഒരു കൺഫ്യൂഷൻ മനസ്സിൽ ഉദ്ദേശിച്ചു കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളത് തുടച്ച് വൃത്തിയാക്കി ഇരുന്നത് എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ജോലി കഴിയുമ്പോൾ നമ്മൾ നേരെ പോയി കിടക്കാം എന്നൊരു മാത്രം ചിന്താഗതിയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു സമാധാനമാവട്ടെ. പിന്നെ എല്ലായിടും അങ്ങനെ തുടയ്ക്കുകയാണ്. പിന്നെ നമ്മൾ കൈ എത്തുന്ന ഭാഗത്തൊക്കെ നമ്മളെപ്പോഴും ഞാനിങ്ങനെ തുടയ്ക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ എത്താത്ത ഭാഗങ്ങളിലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ സ്റ്റൂളിട്ടോ അല്ലെങ്കിൽ എൻ്റെ പുറത്ത് കയറിയെന്നൊക്കെ ഇങ്ങനെ തുടയ്ക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നപ്പോൾ നമ്മൾ കറ പോകുന്ന മരുന്നൊക്കെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളമൊക്കെ വെച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു പിടി പിടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ നല്ല വെള്ളം പോലെ വെളുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ല കേട്ടോ. ചോറും കറിയും നമുക്കിന്ന് അരി മാത്രം ചോറ് മാത്രം വെച്ചാൽ മതി. അപ്പം കറിയൊക്കെ നമുക്ക് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തലേന്നത്തെ മത്തിക്കറി ഇരിപ്പുണ്ട്, മുളക് കറി വെച്ചതാണ് കേട്ടോ. പിന്നെ മോര് കാച്ചിയത് ഇരിപ്പുണ്ട്, വെള്ളരിക്കയൊക്കെ ഇട്ട് നമ്മൾ മോര് കാച്ചിയത് ഇരിപ്പുണ്ട്. പിന്നെ അച്ചാറുണ്ട്. അപ്പോൾ അത് തന്നെ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ചോറ് മാത്രം വെച്ചപ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് വേറെ ഒരുപാട് ചോറും കറിയും എല്ലാം കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആകെപ്പാട് ക്ഷീണിതയായി പോകുന്നത്. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയും മീൻകറി കൊടുത്തപ്പോൾ ഇന്ന് കറണ്ട് പോകുമെന്ന് ഉണ്ടായിരുന്നു. ഇന്ന് ടച്ചിങ് ആണെന്ന് പറഞ്ഞു. രാവിലെ 8:30 ആകുമ്പോഴത്തേക്ക് പോകും, പോയിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും 9 മണിയൊക്കെ ആയപ്പോഴാണ് കറണ്ട് പോയത്. 9:30 ആയപ്പോഴാണ് തോന്നുന്നു കറണ്ട് പോയത്. പിന്നെ 2 വട്ടമൊക്കെ മോട്ടറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ മോള് ചോദിച്ചു, ഇന്ന് വൃത്തിയാക്കൽ എന്താണ് കറണ്ട് പോയിൻ്റെ അന്നാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ടിന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാൻ, സ്ഥാനം മാറ്റി വെക്കുക എന്നാണ്. അത് എപ്പോഴും ഉള്ള ജോലിയാണ് കേട്ടോ എനിക്ക്. കുറച്ച് നാൾ ഇങ്ങനെ വെക്കും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനവിടെ ഭംഗി പോരാന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറെ സ്ഥലത്ത് വെക്കും. അങ്ങനെ ഒരു റൗണ്ട് അപ്പ് ആണ് കേട്ടോ. പിന്നെ നമ്മളെ ഇവിടെയും കൂടെ ഒന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരു ഉപയോഗമില്ലാത്ത പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യം അങ്ങനെ വരത്തില്ല. എന്നാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്തൊക്കെ നമുക്ക് ആവശ്യം വരുമായിരിക്കും. അതുവരെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണ്, അവിടെ എന്തെങ്കിലും വെക്കാനുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാം ഒതുക്കി പറക്കി വന്നപ്പോഴത്തേക്ക് ഒരുപാട് സ്ഥലങ്ങൾ കേട്ടോ. വെക്കാൻ ഇനി ഒന്നും അവിടെ വേറെ എന്ത് വെക്കും എന്ന ആലോചിച്ചുള്ള ചിന്തകളിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പം വേറെ ഞാൻ അവിടെ വെക്കാനൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി. പിന്നെ കറണ്ട് പോയി കേട്ടോ. ഞാൻ അങ്ങനെ തുടച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കറണ്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോയ്ക്ക് ഇനി ഇതൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാരങ്ങ ഉണക്കിയതൊക്കെ അച്ചാറിട്ടില്ല, ഞാൻ അച്ചാർ ഇടണം. അപ്പോൾ മാങ്ങ അച്ചാർ ഇരിക്കുന്നതുകൊണ്ടാണ് പിന്നീട്. അപ്പോൾ അതവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് ഇച്ചിരിയും കൂടെ ഒന്ന് ടേസ്റ്റ് വരട്ടെ എന്ന് വിചാരിച്ച് നമ്മളിട്ട് ഒരു പാത്രത്തിലാക്കി അവിടെ അടച്ചു. അങ്ങനെ അത് ഇവിടെയും വൃത്തിയാക്കി, അവിടെ കൂടെ ഒന്ന് പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. ഇപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഇപ്പുറത്തൊരു കബോർഡുണ്ട്. അപ്പോൾ അവിടെയും ഞാനത് വീഡിയോസ് എടുത്തിട്ടില്ല, കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ വെട്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോസ് എടുത്തില്ല. അവിടെ കുറച്ച് ടിന്നുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ അത് പിള്ളേർ സ്കൂളിലും കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ടിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ തന്നെയാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും അങ്ങോട്ട് പോകാത്തത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മുടെ എല്ലാം അടുക്കളയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ എടുത്ത് വെക്കാം. ഇത് ഗ്ലാസ് എല്ലാം അവിടെ തന്നെയാണ്. അതിന് യാതൊരു മാറ്റമില്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അതിന് മാറ്റമൊന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് ഒന്നിച്ചാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ മുളക് പൊടിയും എല്ലാം ഇവിടെ മണ്ടയ്ക്കും, പിന്നെ ചെറിയ സാധനങ്ങൾ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് എല്ലാം കൂടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പുറത്താണെങ്കിൽ കുറച്ച് പിന്നെ അവിടെ വെളിച്ചെണ്ണ ഐറ്റങ്ങളെല്ലാം ഇപ്പുറത്തോട്ടാക്കി, മറ്റേ നമ്മുടെ ജനലിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും നമ്മൾ കുറച്ച് ഇനിയും ഉണ്ട് സാധനങ്ങൾ കയറാനായിട്ട്, വെക്കാം നമുക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ജനലിൻ്റെ സൈഡ് അവിടെ എല്ലാം വൃത്തിയാക്കി. നമ്മുടെ ചോറും കറിയെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. കറി തലേന്നത്തെ ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗ്യാസിൻ്റെ ഇപ്പുറത്ത്. അപ്പോൾ ഇവിടെ ഈ ടിന്നുകൾ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എല്ലാം കാലികളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അടുക്കളയെല്ലാം ഒന്ന് ക്ലീനാക്കി എല്ലായിടും നമ്മുടെ താഴത്തെ കബോർഡും എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കള സൂപ്പറായി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കള മേക്കോ.